ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ എക്സസീവ് ആയിട്ട് ഡിവൈസ് യൂസ് വരിക എന്നുള്ളത്. എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിലും ലാപ്ടോപ്പിലും കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യങ്ങൾ വരും. അതനുസരിച്ച് നമ്മുടെ കണ്ണിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ റിലേറ്റീവ്ലി നിസ്സാരമായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അത് മതി നമുക്ക് പല ഡിസ്കംഫർട്ടും അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ എഫക്ട് ചെയ്യാനും. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡ്രൈനസ് ആണ്. ഡ്രൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണി അല്ലെങ്കിൽ കോർണിയയിലുള്ള ടിയേഴ്സ് പതുക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നതനുസരിച്ച് നമ്മുടെ കണ്ണ് ചിമ്മുന്ന റേറ്റ് കുറയും. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. നമ്മൾ ശ്രദ്ധ കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്ലിങ്ക് റേറ്റ് കുറയും എന്നാണ് പറയുന്നത്. ആ ബ്ലിങ്ക് റേറ്റ് കുറയുന്നതനുസരിച്ച് കോർണിയ കാറ്റടിച്ച് അവിടുത്തെ കണ്ണുനീരെല്ലാം വറ്റിപ്പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കോമ്പൻസേറ്ററി ആയിട്ടുള്ള ഒരു മെക്കാനിസം വരും. അതായത് നമ്മൾ കരയുമ്പോൾ വരുന്ന കണ്ണുനീർ, നമ്മുടെ നാച്ചുറലി നമ്മുടെ കണ്ണിലുള്ള കണ്ണുനീര് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മ്യൂക്കസ് ഒക്കെ ഉള്ള കണ്ണുനീരായിരിക്കും. അത് നമ്മുടെ സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ കോർണിയയുടെ മേളിൽ ഒരു ലെയർ സ്റ്റേബിൾ ആയിട്ടിരിക്കണം. അതേസമയം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ കരയുമ്പോൾ വരുന്ന കണ്ണുനീര് കുറച്ചുകൂടെ ലൈറ്റർ കണ്ണുനീരായിരിക്കും. അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമ്മുടെ കൃഷ്ണമണി കോർണിയ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അതിന് ഇറിറ്റേഷൻ വന്നു കഴിയുമ്പോൾ വരുന്ന കണ്ണുനീരാണ്. അങ്ങനെയുള്ളവർക്കാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ള പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ആദ്യം നമ്മുടെ കോർണിയ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അടുത്ത കോമ്പൻസേറ്ററി മെക്കാനിസമാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത്. ഇത് കഴിഞ്ഞ് ആ മെക്കാനിസം ഫെയിൽ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് കണ്ടമാനം പുകച്ചിലും അതുപോലെ തന്നെ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ ഡിവൈസ് യൂസ് അനുസരിച്ച് നമുക്ക് കോമ്പൻസേഷൻ നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒഫ്തൽമോളജിസ്റ്റിനെ കാണിക്കുകയും ആവശ്യമുള്ള രീതിയിൽ അതിന് മരുന്നുകൾ ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഡിറ്റീറിയേഷൻ അല്ലെങ്കിൽ ഇത് പിന്നെയും കോമ്പൻസേറ്ററി മെക്കാനിസംസ് ഫെയിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും.